നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല, കുട്ടികളിൽ നിന്ന് തന്നെയാണ് കിട്ടേണ്ടത്. ശരിക്കും നമ്മളൊക്കെ എത്ര പറഞ്ഞിട്ട് എന്താ കാര്യം? എന്തെങ്കിലും മാറ്റം ഉണ്ടായോ? ഇല്ല. എത്രയോ അദ്ദേഹത്തിൻ്റെ ഈ നിലപാടുകളെക്കുറിച്ച് നമ്മൾ ഔട്ട് ഓഫ് ഫോക്കസിൽ വിമർശിച്ചിട്ടുണ്ട്. എവിടെ വേണമെങ്കിലും വിമർശിക്കാം, സെമിനാറുകൾ നടത്താം, വിദ്യാർത്ഥി സംഘടനകൾ അദ്ദേഹത്തിനെതിരെ എന്ത് വേണമെങ്കിലും പ്രക്ഷോഭങ്ങൾ നടത്താം. പക്ഷേ ഇതുപോലൊരു കിട്ടൽ ഇനി കിട്ടാനില്ല. അത് ആ തലമുറയിൽ നിന്ന് തന്നെ ഏറ്റവും ഈ നമ്മൾ ബഡ്സ് എന്ന് പറയാവുന്നത് ബഡ്ഡിങ് ജനറേഷൻ, ആ പുതിയ കോളേജിലേക്കൊക്കെ എത്താൻ പോകുന്ന ഒരു ജനറേഷനിൽ നിന്നാണ് അത് കിട്ടിയിരിക്കുന്നത്. അത് വളരെ നന്നായി. കാരണം ഈ നമ്മൾ കാണുന്ന ഒരു കാഴ്ചയല്ല ഈ കുട്ടികൾ കാണുന്നതെന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ വിവേകം വി സി ആണെങ്കിലും ഇപ്പം അങ്ങനെ പറയാൻ കഴിയും. സാധാരണ നമ്മൾ വി സിയെ പോലൊരാൾ എന്നൊക്കെ പറയുമല്ലോ, ഇപ്പം അങ്ങനല്ല, വി സി ആണെങ്കിലും ഉണ്ടാവേണ്ടതാണെന്നേ പറയാൻ കഴിയും. കാരണം വി സി സ്ഥാനത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ആളുകളെക്കുറിച്ച് നമുക്കിപ്പോൾ ഏകദേശം ഒരു ധാരണയുണ്ടല്ലോ. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടികൾക്ക് ചെയ്യാവുന്ന ഏറ്റവും മികച്ച കാര്യം അവരവിടെ ചെയ്തു. ഞാൻ പറയുന്ന അവർ +2 മികച്ച വിജയം നേടിയതിനേക്കാൾ ഉപരിയായ ഒരു വിജയമാണ് അവരവിടെ സ്ഥാപിച്ചത് എന്ന് പറയാം. ഒരർത്ഥത്തിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇങ്ങനെ ഒരു കാഴ്ച നമുക്ക് ചിന്തിക്കാം. അതായത് ഇത് പല വീടുകളിൽ നിന്നും പല സ്ഥലങ്ങളിൽ നിന്നായിട്ട് വന്നു ചേർന്ന കുട്ടികളാണ്. അവരൊരു പൊതു സ്വഭാവത്തിലല്ല അവിടെ ഇരിക്കുന്നത്. അവരോട് എല്ലാവരോടും കൂടി ഒന്നിച്ചൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതല്ല എങ്കിൽ പോലും അവർ പറയാൻ സാധ്യത കുറവാണ്. അത് ചിന്തിക്കാനുള്ളൊരു വിവേകം പോലും വീസിക്കില്ല. കാരണം ഒരു യൂണിയൻ അല്ലല്ലോ, അവർ പലയിടത്തുനിന്നായിട്ട് വന്നിട്ടുള്ള പലതരം കുട്ടികളാണ്. നമുക്ക് തന്നെ അറിയാം. അത് അങ്ങനെയുള്ള കുട്ടികൾക്കെല്ലാം ഒന്നിച്ചൊരു കാര്യം പറഞ്ഞാലൊന്നും അങ്ങനെ എളുപ്പമൊന്നും പറയില്ല. ഈ എന്താ പറയുക, യോജിപ്പ് കൂട്ടായ്മ എന്നൊക്കെ പറയുന്നതിന് വേറൊരു അർത്ഥമൊക്കെ ഉണ്ട്. അത് ഇവർക്ക് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ട് ആ സന്ദർഭം എന്ത് തന്നെയാലും കേരളീയ സമൂഹത്തിന് മുമ്പിൽ അതൊരു നല്ല ദൃഷ്ടാന്തമായി. എന്താണ് ഈ സ്ഥാനങ്ങളിലിരിക്കുക, പ്രത്യേകിച്ച് വൈസ് ചാൻസലർ പോലൊരു സ്ഥാനത്തേക്കൊക്കെ ഏതെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ താല്പര്യങ്ങൾ വെച്ച് കൊണ്ടുവന്ന് ഇരുത്തുന്ന ആളുകൾ എങ്ങനെ വിഡ്ഢിവേഷം കെട്ടുന്നു, അല്ലെങ്കിൽ എങ്ങനെ അവർ വിഡ്ഢികളായി തീരുന്നു, അവരെക്കാൾ എത്രയോ ഇളമുറ ആളുകളുടെ മുമ്പിൽ എങ്ങനെ വിഡ്ഢികളായിത്തീരുന്നു. നാളെ ഈ വിദ്യാഭ്യാസ സമ്പ്രദായത്തെയും വിദ്യാഭ്യാസ മേഖലയെയും ഒക്കെ മുന്നോട്ട് കൊണ്ടുപോകേണ്ട, അതിലേറ്റവും മികച്ച വിളവ് കൊയ്യേണ്ട ആളുകൾ തന്നെ അവരെ വളരെ വ്യക്തമായി അവർക്കൊരു ചിത്രം കൊടുക്കുന്നുവെന്ന്. എന്നാൽ നോക്കൂ നൗഫൽ, ഇത് ആദ്യത്തേതല്ല. ഇപ്പോൾ ഈ തൊട്ട് മുമ്പത്തെ ഒരു പരിപാടിയിൽ ഇദ്ദേഹം കാണിച്ച വികൃതി വലിയ ചർച്ചയായല്ലോ. RSSൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് അദ്ദേഹം പ്രസംഗിച്ച ഒരു സന്ദർഭത്തിൽ എന്താണ് പറഞ്ഞത്, വന്ദേമാതരം പാടാത്തവർ അമ്മ ആരെന്ന് അറിയാത്തവരാണ് എന്ന്. എന്നിട്ട് അതിനുശേഷം അത് ഞാൻ ഉദ്ദേശിച്ചത് ഭാരതമാതയാണ് എന്നൊക്കെ വിശദീകരിക്കാൻ ശ്രമിച്ചു. പക്ഷെ വളരെ ക്ലിയർ ആണല്ലോ, ഇതൊക്കെ വളരെ ക്ലിയറാണ്. അപ്പം അതുകൊണ്ട് മോഹനൻ കുന്നുമ്മൽ എന്ന് പറയുന്ന മനുഷ്യൻ ഒരു 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 നമ്മളെ പ്രഗത്ഭരായ എത്രയോ ആളുകൾ ഇരുന്നിട്ടുള്ള ഒരു VC കസേരയിലിരുന്ന് ഇത്തരം കോമാളിത്തങ്ങൾ കാണിക്കുന്നത് അത് അദ്ദേഹം തന്നെ ചിന്തിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇപ്പോൾ ഈ പറയുന്ന ഈ സംഘപരിവാർ പ്രത്യയശാസ്ത്രമാണ് ഇദ്ദേഹത്തെ ഭരിക്കുന്നത്, ഒരു സംശയവുമില്ല. അവരുടെ ആളായി നിന്നുകൊണ്ട് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പിണിയാളായി നിന്നുകൊണ്ട് ഈ പണിയൊക്കെ ചെയ്യുക. നാളെ ഒരുപക്ഷെ ഇതിൽ നിന്ന് മാറിക്കഴിയുമ്പോൾ ഇനി ഒരു ഗവർണർ സ്ഥാനം ഒരുപക്ഷെ കിട്ടുമായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ആലോചന അതായിരിക്കും ഒരുപക്ഷെ ഈ മനുഷ്യനെ ഇതൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നുണ്ടാവുക. അതൊക്കെ അദ്ദേഹത്തിൻ്റെ കാര്യം. പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം കേരള യൂണിവേഴ്സിറ്റി ഈസ് എ പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ അസ്, അല്ലേ? അവിടെ ഇരുന്നിട്ട് ഇത്തരം സംഗതികൾ ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മളെ ഒരു കേരളത്തെ ആകെ ലജ്ജിപ്പിക്കേണ്ട ഒരു കാര്യമാണത്. അപ്പോൾ അവിടെ എന്താണ് നമ്മൾ ചെയ്യാനുള്ളത്? അവിടെ ഇതിപ്പോൾ അതുമാത്രമല്ല, ഇപ്പോൾ കാലടി സർവകലാശാലയിൽ നടക്കുന്ന സമരം നമ്മൾ കണ്ടല്ലോ. കാലടി സർവകലാശാല വളരെ കൃത്യമാണ് ആ തിയേറ്റർ വിദ്യാർത്ഥികൾ നടത്തിയ സമരം എന്തായിരുന്നു എന്നും അത് ഏത് നിലയ്ക്കാണ് അത് പ്രതീകാത്മകമായ ഒരു ഒരു തിയേറ്റർ പോലെ തന്നെയുള്ളൊരു സമരം അവിടെ നടന്നത് എന്നും ഒക്കെ ബാക്കി എല്ലാവർക്കും അറിയാം. ഈ VCയും ഈ പറയുന്ന അധികാരികളുമാണ് അതിനെ ക്രിമിനൽ വൽക്കരിച്ച് അവരെ അന്വേഷിച്ച് വീടുകളിൽ പോവുക, റെയ്ഡ് നടത്തുക, പിടിക്കുക തുടങ്ങിയ പരിപാടികളിലേക്ക് പോകുന്നു. അപ്പോൾ ഇതൊക്കെ വളരെ വ്യക്തമാണ് ആളുകൾക്ക് മുമ്പിൽ. ഇത് വളരെ ക്ലിയർ കട്ടായിട്ട് മനസ്സിലാവുന്ന കാര്യമുള്ളൂ. ഇതെല്ലാം മുകളിൽ നിന്നുള്ള ചില നിർദ്ദേശങ്ങൾക്കനുസരിച്ച് വന്ന ആളുകളെയാണ്. അപ്പോൾ ഇവർ ഈ പരിസരത്തടുപ്പിക്കാൻ കഴിയാത്ത ആളുകളാണ്. യൂണിവേഴ്സിറ്റികളുടെ 4 അയലത്ത് അടുപ്പിക്കാൻ കഴിയാത്ത മനുഷ്യരാണ് ഈ പറയുന്ന മോഹൻ കുന്നുമലായാലും ഈ സിസ എന്ന് പറയുന്ന ഈ വൈസ് ചാൻസലർ ആയാലും ഇവരെല്ലാവരും. ഇവരിലൂടെ ഇപ്പോൾ ഈ പറയുന്ന കേന്ദ്ര ഗവൺമെൻറ് വന്നതിന് ശേഷം നമ്മളുടെ യൂണിവേഴ്സിറ്റി തലങ്ങളിൽ നിയമിക്കപ്പെട്ടിട്ടുള്ള എല്ലാവരും തന്നെ ഈ ഭാഗത്തെ അടുപ്പിക്കാൻ കഴിയാത്ത ആളുകളാണ്. അത്
സംഭവിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിനൊരു പരിഹാരമായിട്ടാണ് കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്ത് ഈ യൂണിവേഴ്സിറ്റി പിന്നെ ബില്ലുകൾ കൊണ്ടുവന്നത്. കഴിഞ്ഞ ഗവൺമെൻറ് കൊണ്ടുവന്ന ആ ബില്ലിൻ്റെ അവസ്ഥ നമുക്കറിയാം. അത് പിന്നെ ഗവർണർ പ്രസിഡന്റിനെ അയക്കുന്നു, പ്രസിഡന്റ് അത് വെച്ചിരിക്കുന്നു, അതിനപ്പുറം ഒന്നും നടക്കുന്നില്ല. സുപ്രീം കോടതി ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങൾ തമിഴ്നാടിൻ്റെ കേസിൽ പരിശോധിച്ചുവെങ്കിലും ഗവർണർ ഒരുപാട് കാലം നീട്ടിക്കൊണ്ടു പോകാൻ പാടില്ല എന്നുള്ള ഉത്തരവ് നൽകി. പക്ഷേ അത് വീണ്ടും പ്രസിഡൻഷ്യൽ റെഫറൻസ്, പ്രസിഡന്റിനെയും കൂടി അതിൽ പെടുത്തിയോണ്ട് പ്രസിഡൻഷ്യൽ റെഫറൻസ് വന്നു. ഒടുവിൽ അതിപ്പോൾ എന്താ പറയുക, ഭരണഘടനാ ബെഞ്ച് പറഞ്ഞിരിക്കുകയാണ് ഒരു നിശ്ചിത കാലയളവ് നിശ്ചയിക്കാൻ കഴിയില്ല എന്ന്. അപ്പോൾ ഈ ഗവൺമെൻറ് ഇനി എന്താണ് ചെയ്യേണ്ടത്? ആ ബില്ലിൻ്റെ കാര്യം നമുക്ക് നോക്കാൻ പറ്റില്ല. അത് വീണ്ടും എടുത്ത് തിരിച്ചു കൊണ്ടുവന്നിട്ട് ഇവരെ നിലക്ക് നിർത്തുക എന്ന് പറയുന്നതൊന്നും പോസിബിൾ അല്ല. പുതിയ വഴികൾ ആലോചിക്കണം. UDF ഗവൺമെൻറ് പുതിയ വഴികൾ ആലോചിക്കണം. മന്ത്രി റോജി M. ജോൺ തന്നെ ഇക്കാര്യത്തിൽ വെറുതെ പ്രസ്താവന അടിച്ചതാണെന്നാൽ പോരാ. അതൊക്കെ പിന്നെ അതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു. എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള പ്ലാൻ ഉണ്ടാക്കണം. ഈ സർക്കാർ അത് ആലോചിക്കണം. ഈ നിലയിൽ ഈ VC-മാർ ഈ സർവകലാശാലകളെ ഇതിവിടെ മാത്രമല്ല നിൽക്കുന്നത്. ഇതിപ്പോൾ ഇനി ഓരോ ഇപ്പോൾ ഇന്നൊരു കോളേജിൽ പിന്നെ എന്താ തിരുവനന്തപുരം എഞ്ചിനീയറിംഗ് കോളേജിൽ വന്ദേമാതരം മുഴുവൻ പാടുന്നു. അവിടെ പിന്നെ മറ്റു വിദ്യാർത്ഥികൾ, അപ്പോൾ ഇത് സംഘർഷമുണ്ടാക്കുന്ന രീതിയിലേക്ക് ഇത് വളരുകയാണ്. അപ്പോൾ അതൊക്കെ അത് പിന്നെ കേരളീയ വിദ്യാഭ്യാസ അന്തരീക്ഷത്തിൽ ഒട്ടും പിന്നെ അനുവദിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ്. അത് തടയാനുള്ള മാർഗങ്ങൾ ആലോചിക്കാനുള്ള ഉത്തരവാദിത്വം VD സതീശൻ സർക്കാരിന് നിശ്ചയമായും ഉണ്ട്.